അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കിന്നൊരു ആയത്ത് പഠിക്കാം. വഉംലി ലഹും ഇന്ന കൈദി മതീൻ. അവിടെ ഒന്നാമത്തെ അക്ഷരം വ, ചുവപ്പ് നിറത്തിൽ ഉ, നീല നിറത്തിൽ മീമ്, മീമിന് സുക്കൂന്, മഞ്ഞ നിറത്തിൽ ലി, പച്ച നിറത്തിൽ യാ, കസർ നീട്ടാനുള്ള യാ. വഉംലി, ചുവപ്പ് നിറത്തിൽ ലാ, നീല നിറത്തിൽ ഹു, മഞ്ഞ നിറത്തിൽ മീമ്, മീമിന് സുക്കൂന്. ലഹും, ചുവപ്പ് നിറത്തിൽ ഇ, നീല നിറത്തിൽ ന, ഇന്ന, മഞ്ഞ നിറത്തിൽ ക, പച്ച നിറത്തിൽ യാ, യാന് സുക്കൂന്, ചുവപ്പ് നിറത്തിൽ ദി, നീല നിറത്തിൽ യാ. കൈദി, മഞ്ഞ നിറത്തിൽ മ, പച്ച നിറത്തിൽ തി, ചുവപ്പ് നിറത്തിൽ യാ, നീല നിറത്തിൽ നൊൻ, മതീനൊൻ. ഇനി അതിൻ്റെ താഴെ വരിയിലേക്ക് നോക്കൂ. ഇതിനെങ്ങനെയാണ് കൂട്ടി എഴുതുകയും വായിക്കുകയും ചെയ്യേണ്ടത്? വഉംലി, അവിടെ മീമിനെ ലാമിലേക്ക് ചേർത്ത് എഴുതി, ലാമിനെ യായിലേക്കും ചേർത്ത് എഴുതി വായിക്കേണ്ടത് വഉംലി ലഹും. അവിടെ ലാമിനെ ഹായിലേക്കും ഹായിനെ മീമിലേക്കും ചേർത്ത് എഴുതി ലഹും. ഇന്ന, അവിടെ മാറ്റങ്ങളൊന്നുമില്ല. ഖൈദി, അവിടെ കാഫിനെ യായിലേക്കും യായിനെ ദാലിലേക്കും ചേർത്ത് എഴുതി ഖൈദി. മതീനുൻ, അവിടെ മീമിനെ തായിലേക്കും തായിനെ യായിലേക്കും യായിനെ നൂനിലേക്കും ചേർത്ത് എഴുതി വായിക്കേണ്ടത് മതീനുൻ, മതീനുൻ. ഇനി എങ്ങനെയാണ് അതിനെ കൂട്ടി ഓതേണ്ടത്? വഉംലി ലഹും ഇന്ന കൈദി മതീൻ. ഇനി മുസ്അഫുള്ളതിപ്പോൾ നോക്കി ഓതിക്കോളൂ. വഉംലി ലഹും ഇന്ന കൈദി മതീൻ. ആവർത്തിച്ച് ഓതി പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.